ഇരി കണ്ടിട്ട് എനിക്ക് ദേഷ്യം ചിന്തിച്ചതാ. അവനും രശ്മിനും നോട് അവച്ചട്ട് എന്നെ പുറത്തേക്കാക്കണേ, എന്റെ ദേഷ്യം പുറത്തേക്കാക്കണേ, എനിക്ക് എവിടെയാ കുട്ടി കൊടുക്കണേ, അവന്റെ കളിച്ചിട്ടാണ് എന്നെ ആ വീക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല ചിന്തിച്ചിട്ടാ. എങ്ങനെ ഗെയിമിന്റെ ഭാഗം എന്റെ ലൈഫ് ബാധിക്കുന്ന പോലെ ആ വീക്ക് ഞാൻ സഹിക്കുന്ന ഓരോ ആളെ ഇവിടെ സഹിച്ചിട്ടില്ല. ഞാൻ തലറങ്ങി വിരിഞ്ഞ കാര്യം അവനെ ലാലത്തിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടേ, ഞാൻ ജെന്വൻ ആയിട്ട് കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ? സാരില്ല ഇല്ല ചിന്തിച്ചിട്ടാ. ഞാൻ ക്ഷമിക്കില്ല പറഞ്ഞ് ജീവിതത്തിലെ 3 ആൾക്ക് ഞാൻ ലൈഫിൽ ക്ഷമിക്കില്ല, അത്രേ ഉള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട കാര്യമാണ് ജാൻമണിയുടെ സഹമത്സരാർത്ഥികൾക്കെതിരെയുള്ള പ്രാക്കും ശാപവും. ചെറിയ കാര്യങ്ങൾക്ക് പോലും നോറയ്ക്കും അർജുനുമെതിരെ ശാപവാക്കുകൾ ഉന്നയിക്കുന്ന ജാൻമണിയെ പ്രേക്ഷകർ കണ്ടതാണ്. നോറയെ ജാൻമണി ശപിക്കുന്നത് ശബ്ദമില്ലാതായി പോകട്ടെ എന്നായിരുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അർജുന്റെ കരിയർ നശിപ്പിക്കുമെന്നും ജാൻമണി ഷോക്കിടയിൽ പറഞ്ഞിരുന്നു. വീക്ക്ലി എപ്പിസോഡിൽ മോഹൻലാൽ പോലും ജാൻമണിയുടെ ഈ സ്വഭാവത്തെ ചോദ്യം ചെയ്തിരുന്നു. പുറത്തിറങ്ങി പല ഇന്റർവ്യൂകളിലും അർജുനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ നടത്തി ഡീഗ്രേഡ് ചെയ്യാൻ ജാൻമണി ശ്രമിക്കുന്നുണ്ടായി. ഇപ്പോഴിതാ ഫിനാലെ വീക്കിന് മുമ്പുള്ള ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടും ജാൻമണിയുടെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. അർജുൻ, റസ്മിൻ, നോറ ഇവർ 3 പേരെയും ഞാൻ ശപിക്കും. മരിച്ചുപോയാലും ഞാൻ ക്ഷമിക്കില്ല. എന്റെ വിഷം അങ്ങനെയൊന്നും പോവില്ല. ഞാൻ എത്ര വലിയ പാമ്പാണെന്ന് എനിക്കറിയാം. ഇതൊന്നും ഇവിടെ തീരില്ല. ഇവിടെയാണ് തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെയാണ് ജിൻഡോനോടും പൂജയോടുമായി ജാൻമണി പറയുന്നത്.